നിങ്ങൾക്ക് വയസ്സ് 22, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി വന്ന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയിരുന്ന് പടി കൊച്ചെന്നല്ലേ നിങ്ങൾ പറയൂ. അല്ലാതെ ഓടിവാ നമുക്ക് പോയി എൻഗേജ്മെന്റ് നടത്താമെന്നാരും പറയൂലല്ലേ. ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു 15 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ക്രഷിനെ പ്രോത്സാഹിപ്പിക്കുന്നത് റൊമാൻസ് അല്ല, റൊമാൻറ്റിക് അല്ല, അത് ഒരു തരം മാനിപ്പുലേഷനാണ്. 19ാമത്തെ വയസ്സിൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കണം. വലിയ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാനായിട്ട് എൻ്റെ കാര്യങ്ങൾ ചിലവഴിക്കാനുള്ള പൈസ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെറുതായിട്ട് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. സോ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ജോലി ഡോക്ടറായി എൻജിനീയറായി അതായി ഇതായിട്ട് തന്നെയാണ് പൈസ വാങ്ങണമെന്നൊന്നുമില്ല. ഏത് ജോലിക്ക് അതിൻ്റെതായ മാന്യതയും കാര്യമുണ്ട്. പക്ഷെ സത്യത്തിൽ ആരാണ് ഇവിടെ ആ ഒരു പൊട്ടക്കിണറ്റിലെ തവള? നിങ്ങൾക്ക് ആരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കീഴെ കമന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 23ാം വയസ്സിൽ അവൾ ഹാപ്പിയാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് 15ാം വയസ്സിൽ അവൾക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇന്റർനെറ്റിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ഒരു സംഭവം കണ്ടപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യവും വന്നു. ആ ഒരു ദേഷ്യത്തിന്റെ പ്രതിഫലനമാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഷഹാല ഇഷാനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഷഹാലയ്ക്ക് ഇപ്പോൾ വയസ്സ് 23, 3 കുട്ടികളുടെ അമ്മയാണ്. കുറച്ച് സെൻസിറ്റീവ് ടോപ്പിക്കാണ്, പ്രശ്നമാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 3 കുട്ടികളുടെ അമ്മയാണ് പുള്ളിക്കാരി. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല. ഞാനിപ്പോൾ പ്രശ്നം പറഞ്ഞാൽ ഫോൺ തന്നെ എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാൻ നിങ്ങൾക്ക് തോന്നും, അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞ വയസ്സ് 15. ശരിയാണ്, നിങ്ങൾ കേട്ടത് സത്യമാണ്. പുള്ളിക്കാരിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് പുള്ളിക്കാരിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. പിന്നെ 18 കഴിഞ്ഞ ഉടനെ കല്യാണവും. കൊള്ളാമല്ലേ? ഇതിപ്പോൾ വർഷം 2026. മനസ്സിലായില്ലേ? നമുക്കൊക്കെ 15 വയസ്സുള്ളപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും ജയിച്ചിട്ട് +1 +2 പോയിട്ട് അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന അങ്ങനെയാണല്ലോ. പക്ഷേ ആ ഒരു പെൺകൊച്ചിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. 15ാമത്തെ വയസ്സിൽ എൻഗേജ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 1950കളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കാം പഴയ തലമുറയുടെ ഓരോ ഏർപ്പാടാണെന്ന്, അല്ലേ? പക്ഷേ ഇതിപ്പോൾ നടന്നത് 2018ലാണ്. നമ്മുടെ കയ്യിൽ ഐഫോണൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയമാണ് 2018 എന്നൊക്കെ പറയുന്നത്. ഐഫോണ്, ഇന്റർനെറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ ലഭ്യമായിരുന്ന ഒരു കാലഘട്ടമാണ് ഈ 2018. ഒരു ഇരുണ്ട യുഗത്തിലല്ലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. എന്നിട്ടും 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുകയാണ് ആ ഒരു വീട്ടുകാർ. അത് വലിയ എന്തോ ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പേരന്റിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ചൈൽഡ് ഗ്രൂമിങ്. ഈ കേസ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 15 വയസ്സുള്ള കുട്ടിക്ക് തന്നേക്കാൾ മുതിർന്ന ഒരാളോട് ക്രഷ് തോന്നുന്നത് സ്വാഭാവികമാണ്. കുട്ടിക്ക് വിവരമില്ല എന്നതാണ് സത്യം. തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമായിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ അല്പം നിലയും വിലയൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്രഷ് തോന്നാം, ഒരു ഇഷ്ടം തോന്നാം. നിങ്ങൾക്ക് വയസ്സ് 22, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി വന്ന് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയിരുന്ന് പടി കൊച്ചെന്നല്ലേ നിങ്ങൾ പറയൂ. അല്ലാതെ ഓടിവാ നമുക്ക് പോയി എൻഗേജ്മെന്റ് നടത്താമെന്നാരും പറയൂലല്ലേ. ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു 15 വയസ്സുള്ള ഒരു പെണ്ണിന്റെ ക്രഷിനെ പ്രോത്സാഹിപ്പിക്കുന്നത് റൊമാൻസ് അല്ല, റൊമാൻറ്റിക് അല്ല, അത് ഒരു തരം മാനിപ്പുലേഷനാണ്. എല്ലാം വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും അവിടെ തുടങ്ങുന്നത്. ആ ഒരു മുതിർന്ന ഒരു വ്യക്തി അവിടെ പെരുമാറുന്നത് അവൾക്ക് അയാളെ മാത്രം മനസ്സിലാക്കാവുന്ന രീതിയിൽ മാത്രമായിരിക്കും. അയാളുടെ ഫാമിലി എങ്ങനെയാണെന്ന്, എന്തായിരിക്കും അവരുടെ ചിന്താഗതികളൊന്നും ഒന്നും അറിയാത്ത, ഒന്നും ചിന്തിക്കാൻ പോലും പക്വതയില്ലാത്ത പ്രായത്തിലുള്ള ഒരു കുട്ടിയെ നിങ്ങളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കല്യാണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തെറ്റാണെന്ന് തന്നെ നമ്മളത് പറയണം. സപ്പോസ് ആ പെൺകുട്ടി തൻ്റെ വീട്ടിലെ പേരൻസിൻ്റെ കർക്കശമായ കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം. അതിന് അദ്ദേഹം ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. പതിയെ അവളെ തൻ്റെ വീട്ടുകാരിൽ നിന്ന് അകറ്റും. ഇയാളെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്നൊരു ചിന്ത പതിയെ അവളിൽ ഉണ്ടാക്കിയെടുക്കും. അതായത് അവൾക്ക് ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, അല്ലെങ്കിൽ അവൾ ആരായി തീരണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവൻ്റെ വധുവാണ് എന്നൊരു ആശയം അയാൾ അവളുടെ തലയിൽ ഇൻജെക്റ്റ് ചെയ്യുന്നു, അവളുടെ തലച്ചോറിൽ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്രോ, ഇത് കാലഘട്ടം മാറി. ഇത് 1950 ഒന്നും അല്ല. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ ആ ഒരു പെൺകുട്ടി പ്രാപ്തയാകുന്നതിന് മുമ്പ് തന്നെ
അതിനെ എല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വിവാഹം അവിടെ നടത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലേക്ക് വരാം. അവളിപ്പോൾ റീലുകളൊക്കെ പോസ്റ്റ് ചെയ്ത് അവളുടെ കഷ്ടപ്പാടുകളെ റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. അവൾക്ക് വയസ്സ് 23 ഒരു കൈയിൽ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് വീട്ടുജോലികൾ ചെയ്ത് താനൊരു സൂപ്പർ വുമൺ ആണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് പുള്ളിക്കാരി. എന്ന് വെച്ചാൽ ആ ഒരു 15 വയസ്സിലെ പുള്ളിക്കാരിയുടെ ചിന്തിക്കാനുള്ള ശേഷി അവിടെ നിന്നുപോയി. കുറച്ചൊക്കെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അതായത് കുറച്ചു നാൾ മുമ്പ് അവളുടെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരാൾ വന്ന് മാന്യമായിട്ടൊരു കമന്റ് ചെയ്തു. ആ ഒരു കമന്റ് ഇപ്രകാരമായിരുന്നു: ഹലോ, എനിക്ക് നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ 3 കുട്ടികളെ വെച്ച് ഒറ്റയ്ക്ക് വീട്ടുജോലികൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് വീഡിയോയിലൊന്നും കാണുന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണ്ടേ? അതല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സഹായിക്കേണ്ടതല്ലേ? ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അവരുടെ ഒരു കരുതൽ മാത്രമായിരുന്നു ആ ഒരു കമന്റ്. വളരെ ഒരു മാന്യമായിട്ടൊരു കമന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്കും അതേ അഭിപ്രായമായിരിക്കാനാണ് ചാൻസ്. ഈ സഹോദരനുള്ള മറുപടി കേട്ടോ. സഹോദരനാണോ സഹോദരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതൊരു നല്ല പൊന്നുംകൂടം. ഈ പൊന്നുംകൂടമേ, ഈ പൊട്ടക്കണ്ടിലെ തവളാന്ന് പറയുന്നത്, പൊട്ടക്കണ്ടിലെ തവളക്ക് അവിടെ നിൽക്കാൻ കംഫർട്ട് ആയതുകൊണ്ടായിരിക്കും അത് അവിടെ നിൽക്കുന്നത്. അതുവിടെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ ജോലി എടുത്ത് വരുമാനം നേടി ആ വരുമാനം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. എടാ, നിന്നോടൊരു കാര്യം പറയട്ടോ. 19ാമത്തെ വയസ്സിൽ ഞാൻ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കണം. വലിയ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാനായിട്ട് എൻ്റെ കാര്യങ്ങൾ ചിലവഴിക്കാനുള്ള പൈസ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചെറുതായിട്ട് പൈസ ഉണ്ടാക്കുന്നുമുണ്ട്. സോ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ജോലി ഡോക്ടറായി എൻജിനീയറായി അതായി ഇതായിട്ട് തന്നെയാണ് പൈസ വാങ്ങണമെന്നൊന്നുമില്ല. ഏത് ജോലിക്ക് അതിൻ്റെതായ മാന്യതയും കാര്യമുണ്ട് കേട്ടാ. എൻ്റെ മക്കൾക്ക് വേണ്ട കാര്യങ്ങളും എനിക്ക് വേണ്ട ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതൊക്കെ ഞാൻ എൻ്റെ പൈസ ഒക്കെ കഴിച്ചിട്ടുണ്ടാ. ഞാൻ കുറേയൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ടാ. പക്ഷെ സത്യത്തിൽ ആരാണ് ഇവിടെ ആ ഒരു പൊട്ടക്കിണറ്റിലെ തവള? നിങ്ങൾക്ക് ആരാണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കീഴെ കമന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കിനി ബാക്കി കാര്യത്തിലേക്ക് വരാം. 19ാം വയസ്സിൽ അവൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയെന്നും അവൾക്ക് വേണ്ട ഡ്രസ്സും ഭക്ഷണവും ഒക്കെ അവൾ തന്നെയാണ് വാങ്ങുന്നതെന്നും പിന്നെ എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്നൊക്കെയാണ് അവൾ പറയുന്നത് അതിൽ. പക്ഷേ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് ഈ ഒരു വാദങ്ങളൊക്കെ അസംബന്ധമാകുന്നതെന്ന് അല്ലെങ്കിൽ അസംബന്ധമായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവൾക്ക് തൻ്റെ കുട്ടികളെയും ഈ ഒരു ജീവിതവും ഇഷ്ടമാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ 23ാം വയസ്സിൽ അവൾ ഹാപ്പിയാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് 15ാം വയസ്സിൽ അവൾക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വഴിയിലേക്ക് നിങ്ങളെ തള്ളിവിട്ടാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും ഉണ്ടാകില്ല എന്നതാണ് സത്യം. ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പോവുക എന്നതല്ലാതെ നിങ്ങൾക്ക് വേറൊരു വഴിയും ഉണ്ടാകില്ല. പിന്നെ താൻ സന്തോഷവതിയാണെന്ന് സ്വയം വിശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ് ഒരൊറ്റ വഴി. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്, അതാണ് സത്യം. അതൊരു സർവൈവൽ മോഡാണ്. ലോകം കാണാനോ അവളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനോ സ്വന്തം പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം പോലും ആ ഒരു പാവം പെൺകുട്ടിക്ക് ലഭിച്ചില്ല എന്ന് തന്നെ ഞാൻ പറയും. പാവം പെൺകുട്ടി തന്നെയാണത്. പൊട്ടക്കിണറ്റിലെ തവള തന്നെയാണ് ആ ഒരു പെൺകുട്ടി. അതായത് നിങ്ങൾ ഏറ്റവും വലിയ ഭാരം ചുമക്കുമ്പോഴും നിങ്ങളെ കൊണ്ട് ചിരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുമലിൽ ആ ഒരു ഭാരം വെച്ച് കൊടുത്തത് ന്യായീകരിക്കാനോ അത് ശരിയാണെന്ന് പറയാനോ ആർക്കും അവകാശമില്ല. ഈ 15ാമത്തെ വയസ്സിൽ എൻഗേജ്മെന്റ് നടത്തുക എന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. അതൊരു മോശം കാര്യമാണ്. അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നാണക്കേടാണ്, നാണക്കേടാണ്, നാണക്കേട് തന്നെയാണ്. കുട്ടികളെ അവരുടെ വഴിക്ക് വിടണം. ഇങ്ങനെയുള്ള അസംബന്ധങ്ങളെ നിങ്ങൾ നോർമലൈസ് ചെയ്യുന്നത് നിർത്തണം. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പിന്നെ തെറ്റാണെങ്കിൽ ക്ഷമിച്ച് കളയണം.